അല്ല വാ രണ്ടുപേരും സാർ ജയകുമാർ സാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് നൽകുന്ന ധനസഹായത്തിന്റെ ആദ്യ ഘടുവാണോ ഇപ്പോൾ കൈമാറിയത്? ഇപ്പൊ ഇന്ന് ഞങ്ങൾ ചെയ്തത് ശവസംസ്കാര ചടങ്ങിന് ആവശ്യമായ സാമ്പത്തിക സഹായം അടിയന്തരമായി കൊടുക്കേണ്ടതാണ്. അത് മെഡിക്കൽ കോളേജിന്റെ HDS ഫണ്ടിൽ നിന്ന് 1,00,000 രൂപ ഇന്നലെ വൈകിട്ട് തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അടിയന്തരമായി കൊടുത്തതാണ് ഇപ്പം ചെയ്തത്. ഇനി ക്യാബിനറ്റ് ചേർന്ന് അടുത്ത ക്യാബിനറ്റ്, സാധാരണഗതിയിൽ വലിയ തുകകൾ എപ്പോഴും തീരുമാനിക്കുന്ന ക്യാബിനറ്റാണ്. അത് കൃത്യമായി കളക്ടർ റിപ്പോർട്ട് അദ്ദേഹം കൂടെയുണ്ട്. അദ്ദേഹം നാളെ തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് എഴുതി അയക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ക്യാബിനറ്റിൽ കുടുംബത്തിന് കൊടുക്കുന്ന ധനസഹായം പ്രഖ്യാപിക്കും. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഈ കാര്യം ഇങ്ങോട്ട് തന്നെ അന്വേഷിച്ചു, കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്. അപ്പോൾ വളരെ പാവപ്പെട്ട കുടുംബമാണെന്ന് അപ്പം തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്യാബിനറ്റിൽ ധനസഹായം കൊടുക്കുന്ന കാര്യം പരിഗണിക്കാം. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ സൂചിപ്പിച്ചു. ഇന്ന് രാവിലെ വീണ്ടും കണ്ടു, സംസാരിച്ചു. റിപ്പോർട്ട് വന്നോട്ടെ, ക്യാബിനറ്റിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് 11-ാം തീയതി ക്യാബിനറ്റിൽ തുക എത്രയാണെന്നത് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. അപ്പോൾ കുടുംബത്തിന് ഒരു സ്ഥിര ജോലി അല്ല പറയട്ടെ, ഞാൻ എല്ലാം കൂടെ പറയാം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് പറയാം. ഞങ്ങൾ ഈ കാര്യത്തിൽ ആ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട അവർ മുന്നോട്ട് വെച്ച ആവശ്യം ആ കുട്ടിയുടെ ചികിത്സയാണ്. വീണയുടെ ആ കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിലെ 4ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തതാണ്. ഒരു സർജറി അനിവാര്യമാണ് ആ കുട്ടി. ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ്. അത് ഇന്നലെ തന്നെ ആലോചിച്ചു. ബഹുമാന്യായ സൂപ്രണ്ടും പ്രിൻസിപ്പലും എൻ്റെ കൂടെ ഉണ്ട്. അവർ ആ കാര്യത്തിനോട് ഇവിടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ട് വന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദമാകുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചെലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും. ആ രൂപത്തിൽ ആ അസുഖം ഭേദമാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവൺമെന്റും ഈ ഹോസ്പിറ്റലിൽ ചേർന്ന് ഏറ്റെടുക്കുകയാണ്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ്. രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൊടുക്കും. 3ാമത്തെ കാര്യം, മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും അടിയന്തരമായി വേണം. മെഡിക്കൽ കോളേജിന്റെ HDSൽ ഇപ്പോൾ താൽക്കാലികമായ അത്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായി സൂപ്രണ്ട് സെക്രട്ടറിയായി ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട്. അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു. പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചും ആലോചിക്കും. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. ഇങ്ങനെ അവർ മുന്നോട്ട് ആവശ്യപ്പെട്ട 4 കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെന്റുണ്ട്. സർക്കാർ കൃത്യമായി ആ ഗവൺമെന്റ് ഈ കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കും. അതാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഈ തരത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഇപ്പൊ താൽക്കാലികം നമുക്ക് അടിയന്തരമായി ചെയ്യാൻ പറ്റൂ. മറ്റേ ഗവൺമെന്റിന്റെ ചെയ്യുന്നതിന് ക്യാബിനറ്റ് ഡിസിഷൻ വേണം, മറ്റു പല കാര്യങ്ങൾ വേണം. അതിന് മുമ്പ് തന്നെ മെഡിക്കൽ കോളേജ് HDSൽ താൽക്കാലിക ജോലിക്ക് എടുക്കാൻ നിലവിലുള്ള പ്രൊവിഷനുണ്ട്. അത് വേക്കൻസി നോക്കിയിട്ട് കളക്ടറാണ് അതിന്റെ ചെയർമാൻ, സെക്രട്ടറി സൂപ്രണ്ടുമാണ്. അത് ചർച്ച ചെയ്തിട്ട് അടിയന്തരമായി കൊടുക്കാൻ പറ്റും. അതാണ് അവരെ പെട്ടെന്ന് ആവശ്യപ്പെടുന്നത്. അത് പാരലായിട്ട്. അതിനുശേഷം പിന്നെ ശാശ്വതമായിട്ടുള്ളത് ക്യാബിനറ്റും അതുപോലെ ഗവൺമെന്റും പൊതുവിൽ ആലോചിക്കേണ്ടത്. അത് ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 കാര്യം ആലോചിക്കും, താൽക്കാലികവും ശാശ്വതവും. മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞതാണ് സാമ്പത്തിക സഹായം. സാമ്പത്തിക കളക്ടർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് കൂടി നമ്മൾ കൃത്യമായി ഇവരുടെ ദയനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഗവൺമെന്റ് ഭാഗത്തുണ്ടാവും. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് കൂടിയേ തീരുമാനിക്കാൻ പറ്റും. അത് നിങ്ങൾക്കെല്ലാം അറിയാം. വലിയ തുകകൾ തീരുമാനിക്കുന്നതെല്ലാം ക്യാബിനറ്റാണ്. അപ്പോൾ ഇനിയത്തെ അടുത്ത ക്യാബിനറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. 11-ാം തീയതി ക്യാബിനറ്റിൽ തീരുമാനിക്കും. സർക്കാർ പ്രതിനിധികളെ കളക്ടർ റിപ്പോർട്ട് ഇപ്പോൾ അദ്ദേഹം രണ്ട് റിപ്പോർട്ടാണ്. ഒന്ന് ധനസഹായവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ മിനിസ്റ്ററിനോട് ആവശ്യപ്പെട്ടത് 2 ദിവസത്തിന് കൊടുക്കാം, നാളെ കൊടുക്കും ഒരെണ്ണം. മറ്റേ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ കൊടുക്കും. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നവും ഞങ്ങളല്ലെന്നല്ല. നിങ്ങൾ വരുന്നതിന് അവിടെ ആദ്യം ഉണ്ടായിരുന്നു. ഈ സംഭവം ഉണ്ടായപ്പോൾ തൊട്ട് ഞാനുണ്ടായിരുന്നു, വീണ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അതുപോലെ സൂപ്രണ്ട് ഉണ്ടായിരുന്നു,
അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എല്ലാ കാര്യവും ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കയറ്റി വിടുന്നോടം വരെ അവിടെ ഉണ്ടായിരുന്നു. ആ കുടുംബത്തെ കാണാൻ നേരം അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ അവരെല്ലാം മറ്റൊരവിടെ. അല്ല, നിങ്ങളല്ലേ ഈ കാര്യത്തിൽ ഇങ്ങനെ പറയാം. ഞങ്ങൾ ഈ കാര്യത്തിൽ അപ്പം തൊട്ട് ആ സമയം തൊട്ട് ഇതിന്റെ പുറകെ കൊണ്ട് ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് ഇന്നലെ രാത്രി വൈകിയാണ് ഈ ബോഡി കയറ്റി വിട്ടതിന് ശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. മുഖ്യമന്ത്രി അടക്കം മെഡിക്കൽ കോളേജിൽ എത്തിയതാണോ ഒന്നവരെ കാണാനായിട്ട്? ഇല്ല, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മോർച്ചറിക്കകത്താണ് ബോഡി മോർച്ചറിക്കകത്ത് സാറിന് കയറി കാണാൻ ആരും പോകാറില്ല, കയറ്റാറുമില്ല. പിന്നെ അവിടെ ഈ മറ്റ് അതിന്റെ ആവശ്യം നിങ്ങളുടേതായിരുന്നു. എന്ന് വെച്ചാൽ ചാനലുകാർക്ക് മുമ്പിൽ ഷോ കാണിക്കാൻ കുറെ ആളുകൾ ബഹളമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മിനിസ്റ്റർ ആരോഗ്യമന്ത്രി ഇറക്കിക്കൊണ്ട് പോകണമെന്ന് ചില ആളുകൾ വളം വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊരു ബഹളത്തിനൊക്കെ സീനുണ്ടാക്കുന്ന പണിയല്ല ആരോഗ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഉള്ളത്. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി അവിടെ കേന്ദ്രീകരിച്ചിരുന്ന് ഇന്നലെ അവിടെ ചെയ്യേണ്ട അടിയന്തര കാര്യം, ഒന്ന് ആക്സിഡന്റ് പറ്റിയപ്പോൾ അതിന് വളരെ പെട്ടെന്ന് ചെയ്യേണ്ട രക്ഷാദൗത്യം, 2 പരിക്ക് പറ്റിയവർക്ക് ചികിത്സ, 3 മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം, 4 തുടർന്ന് ആ കെട്ടിടത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവിടെയുള്ള 6 വാർഡുകളിലെ 360 രോഗികളെ നമ്മൾ പുതുതായി പണിതിട്ടിരിക്കുന്ന ബിൽഡിലേക്ക് മാറ്റുക. അത് ഇന്നലെ രാത്രി തന്നെ നടന്നു. അതുൾപ്പെടെ ബാക്കിയുള്ള ആർക്കും ഇനി ഒരു ആപത്ത് വരാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്ന കൃത്യമായ നടപടികളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയോടുകൂടിയാണ് ഫിനിഷ്. രാത്രി 1 മണിയായി തീരുമ്പോൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ് അവിടെ അടിയന്തരമായി. അതോടൊപ്പം തന്നെ ഇന്ന് ബാക്കി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുള്ളൂ. ആ സമയമാകുമ്പോൾ ഇവരോട് ആശയവിനിമയം നടത്തി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഗവൺമെന്റിന്റെ അഭിപ്രായമായിട്ട് ഞങ്ങളോട് എത്തിച്ചേരുമെന്ന് പറഞ്ഞ് കൃത്യമായി വന്നു. അതുകൊണ്ട് ഇതിന്റെ ഇന്നലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കളക്ടറെ കൊണ്ട് ഞങ്ങൾ വിളിച്ചു വരുത്തി. ആ സമയത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉത്തരവിട്ടാണ് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം ഇടപെട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ അതിനകത്ത് ഒരു അനാസ്ഥ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ സമയബന്ധിതമായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ കൈകാര്യം പരിശോധിച്ചുള്ളൂ. 10:59 ഫയർഫോഴ്സ് JCB-കാരന് മെസ്സേജ് കൊടുത്തിരുന്നു. താമസിച്ചപ്പോൾ ഞാനാണ് വന്നിടപെട്ടിട്ട് എന്ത് താമസിക്കുന്നു പെട്ടെന്ന് വീണ്ടും വിളിച്ചു ഫയർഫോഴ്സ് ഓഫീസറോട് പറഞ്ഞു. അവിടെ 11:35-36 JCB കയറി വരുമ്പോൾ വലിയ രൂപത്തിൽ നമുക്ക് ബ്ലോക്കാണ്. കെട്ടടി ഇടിച്ചു പൊളിക്കേണ്ട സ്ഥിതി വരുമ്പോൾ രോഗികൾ താഴെ പോകും. അപ്പൊ പിന്നെ കാഷ്വാലിറ്റി എന്നുള്ള രോഗികളെ കൊണ്ടുവന്ന റൂട്ട് മാത്രമാണ് ഉള്ളത്. അതിലെ കയറ്റിക്കൊണ്ട് JCB ഇറ്റാച്ചി കയറി വരുമ്പോൾ അത് ഇടിഞ്ഞു താഴെ പോകാം. അതിനുള്ള ബലവത്താക്കിക്കൊണ്ടാണ് അതിലെ കയറി വരുന്നത്. ആ കയറി വരുമ്പോഴാണ് വാതിൽ കൂടി ഇത് കടക്കാതെ വന്നത്. പിന്നെ ആ വാതില് ഇരുമ്പ് കമ്പിയാണ്, അത് മുഴുവൻ ആക്സോ കൊണ്ടുവന്ന് അറുത്ത് മുറിച്ച് മാറ്റിയിട്ടാണ് അത് കയറ്റി വരുന്നത്. നിങ്ങളാരും ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ JCB കയറി വന്ന സമയത്ത് ഇത്തരം തടസ്സങ്ങളുണ്ടായതാണ് അവിടെ ഒരു താമസം. ഇനി അതെല്ലാം നിങ്ങൾ എടുത്തു. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ പരിശോധിക്കും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു നേച്ചർ ഓഫ് ഡെത്ത്. അതിൽ കൃത്യമായി ഇൻസ്റ്റന്റ് ഡെത്താണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് വീണപ്പോൾ തന്നെ തലയൊട്ടി പൊട്ടി ഇത് സംഭവിക്കും. ശ്വാസം മുട്ടി അല്ല മരിച്ചിരിക്കും. അതോടെ വരുമ്പോഴാണ് അതിന്റെ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. മിനിസ്റ്റർ ആശുപത്രി അധികൃതർ കൂടി ഉള്ളതെന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം ഉണ്ടല്ലോ ഇവിടെ, 2 പേരുണ്ട്, പ്രിൻസിപ്പലും സൂപ്പറും. ശരിക്കും ഈ രോഗികൾ ഉൾപ്പെടെ ശുചിമുറികൾ ഉപയോഗിച്ചിരുന്നു, ആ പഴയ കെട്ടിടത്തിൽ ഉപയോഗിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അറിയാതെ പോയത്? അറിയാണ്ട് പോയി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ആശുപത്രിയിലെ ആ താഴത്തെ 2 നിലകളിലെ നമ്മളത് അതിന്റെ പുതിയ ഫണ്ടുകൾ ഇന്നാണ് നമ്മൾ PWD-ക്കാരുമായിട്ട് വിശദമായിട്ട് സംസാരിക്കുന്നത്. ഇന്നലത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ വിശദമായിട്ട് അതിന്റെ പേപ്പറുകളെല്ലാം പരിശോധിക്കുമ്പോൾ താഴത്തെ 2 കുളിമുറികൾ, ആ ശുചിമുറികൾ റിപ്പയർ ചെയ്യേണ്ട സമയത്ത് അവർ തന്നെ നോക്കുമ്പോൾ ആ ഭിത്തികളിൽ ഇടിച്ച് അതിൽ പ്ലാസ്റ്ററിങ് കളഞ്ഞ് ടൈല് മാറ്റി അതിലൊരു പണി നടത്തുന്നത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അപ്പുറത്ത് പുതിയ ശുചിമുറികൾ പണിയുകയും ഇത് പൂട്ടി, അത് പണിത് കഴിഞ്ഞിട്ടാണ് ഇത് പൂട്ടുന്നത്. ഓക്കെ. പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് മൊത്തമായിട്ട് ഒരു ബലക്ഷയമുണ്ട്, ഇത് പരിശോധിക്കണം. 3 പരിശോധന ഇതൊരിക്കലും ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ കുളിമുറിക്ക് പ്രത്യേകമായിട്ട് മറ്റ് ബിൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കുളിമുറിക്ക് പ്രത്യേകമായിട്ട് ബലക്ഷയമുണ്ടെന്നും അത് മാത്രം ഉപയോഗിക്കരുതെന്നും എങ്ങും റിപ്പോർട്ടുകളില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ താഴത്തെ ഭാഗത്തെ പണികൾ നടക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് പഠിക്കുക. അതിന്റെ ആ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് അന്ന് താൽക്കാലികമായി അടച്ചിടുകയും പിന്നെ അത് കഴിഞ്ഞ് താൽക്കാലികമായിട്ട് അടച്ചിടുകയും പിന്നീട് അതിനുശേഷം ഇത് നമ്മൾ പിന്നീട് ഈ രോഗികളുടെ ബുദ്ധിമുട്ടും വിഷമതകളും, അതായത് അവർ വേറൊരു വാർഡിലേക്ക് ആളിനെ ചുമന്നുകൊണ്ടോ അല്ലെങ്കിൽ ട്രോളിയിലും വീൽചെയറിൽ ഷിഫ്റ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലികമായിട്ട് അത് തുറന്നു കൊടുക്കുകയായിരുന്നു. അത് ഇന്ന് PWD-ക്കാരത് വിശദമായിട്ട് പരിശോധിക്കുകയുണ്ടായി. അതിന്റെ പഴയ എല്ലാ ഇതും പരിശോധിക്കുകയുണ്ടായി.
അത് അങ്ങനെ ആ ഒരു പ്രത്യേക കുളിമുറിക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു അപകടാവസ്ഥ ഉള്ളതായിട്ട് എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മിനിസ്റ്റർ, ഈ ജനപ്രതിനിധികൾക്കെതിരെയുള്ള വിമർശനമൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു ഡോക്ടറെ കുറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളടക്കം അപകീർത്തികരമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നത് ശരിയായ രീതിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളത് ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടും ചോദിച്ചു. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നോക്കിക്കാണേണ്ടത്. അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെന്റ് കേരളശ്രീ പദവി കൊടുത്ത് ആദരിച്ചതും സംസ്ഥാന ഗവൺമെന്റ് ബെസ്റ്റ് ഡോക്ടർക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ചതും വെറുതെയായിരുന്നില്ല. അദ്ദേഹം ഒരു വർഷം 2000-ഓളം സർജറിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. കാർഡിയോതൊറാസിക് സർജറി, അത് ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി, വാൽവ് റീപ്ലേസ്, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ റെക്കോർഡിട്ട് ഓരോ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ്. അത്രയും റെക്കോർഡുണ്ടാക്കുന്നതിന്റെ പിന്നിൽ ഡോക്ടർ ടി.കെ. ജയകുമാറിന്റെ നിതാന്ത ജാഗ്രതയും കഠിനാധ്വാനവും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റാണ്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലും, കോവിഡ് കാലഘട്ടത്തിൽ പോലും, ഞാൻ ഒരു കാര്യം പറയട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ എന്നും ഭക്ഷണം കൊടുക്കാൻ എടുത്തിക്കൊണ്ടിരുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഒരു 15,65,000 പേർക്ക് 2 വർഷം ഞങ്ങൾ കോവിഡ് കാലത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, രോഗികൾക്ക് സൗജന്യമായി. ഈ സമയത്ത് ചെല്ലുമ്പോഴെല്ലാം ഈ ഡോക്ടറെ അന്വേഷിക്കും.